ഹായ് സുഹൃത്തുക്കളെ, ഗുജറാത്ത് സംസ്ഥാനത്തിലെ സൂററ്റ് സിറ്റിയിലെ ഒരു പ്രദേശമാണ് ഹാസിറ. ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖവുമാണ് ഈ ഹാസിറ. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യയുടെ വ്യവസായ കേന്ദ്രം എന്നറിയപ്പെടുന്ന പട്ടണം അറബിക്കടലിൽ നിന്ന് 8 കിലോമീറ്റർ മാറി താപ്പി നദിയുടെ തീരത്തായാണ് ഈ ഹാസിറ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ റോഡിന് ഇടതുവശത്തൊക്കെ നോക്കിയാൽ ധാരാളം വലിയ ഫാക്ടറികളുടെ പോക്കലുകളും അതുപോലെ തന്നെ തെർമൽ പ്ലാന്റിൻ്റെ പവർ സ്റ്റേഷനും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഞാൻ ഗുജറാത്തിലെ സൂററ്റ് സിറ്റിയിലെ എല്ലാ പ്രദേശങ്ങളും കണ്ട് ഇവിടേക്ക് എത്തിയപ്പോൾ ലേശം വൈകി, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാണ് ഇവിടെ എത്തിയത്. ഇവിടുത്തെ LNG ടെർമിനൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെർമിനലുകൾ ഒന്നാണ്. ഇവിടെ LNG സംഭരണവും കയറ്റുമതിയും നടത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ഹാസിറ. ഹാസിറ ഒരു വ്യവസായ കേന്ദ്രമാണ്. ഇവിടെ പ്രധാനമായും പെട്രോകെമിക്കൽസ്, വൈദ്യുതി ഉൽപ്പാദനം, അതുപോലെ തന്നെ സ്റ്റീല്, അതുപോലെ പോർട്ട് എന്നിവ ഉൾപ്പെടുന്ന ഒരു വമ്പൻ വ്യാവസായിക നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രശസ്തമാണ് ഹാസിറ. ഹാസിറ തുറമുഖത്തു നിന്ന് കൽക്കരി, നാച്ചുറൽ ഗ്യാസ്, സ്റ്റീൽ മുതലായവ ചരക്കുകൾ കൂടുതലായും കൈകാര്യം ചെയ്യുന്ന ഒരു തുറമുഖം കൂടിയാണ് ഹാസിറ. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറികളിൽ ഒന്നും അതുപോലെ തന്നെ പെട്രോകെമിക്കൽസ് പ്ലാന്റും ഇവിടെ പ്രവർത്തിക്കുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് ഹാസിറ മാനുഫാക്ചറിംഗ് ഡിവിഷൻ, ടെക്സ്റ്റൈൽസിൻ്റെ ഡിവിഷൻ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. HMD എന്നാണ് അറിയപ്പെടുന്നത്. പോളിസ്റ്റർ, നൈലോൺ തുടങ്ങി വിവിധ തരം തുണിത്തരങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നു. അതുപോലെ L&T എന്നറിയപ്പെടുന്ന ലാർസൻ ആൻഡ് ട്യൂബ്രോ കമ്പനിയുടെ പ്രമുഖ എൻജിനീയറിംഗ് നിർമ്മാണ കമ്പനിയായ ഇവിടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. വൈദ്യുതി നിലയങ്ങൾ, അതുപോലെ തന്നെ വള സംസ്കരണ പ്ലാന്റുകൾ എന്നിവയ്ക്കുള്ള വലിയ ഉപകരണങ്ങൾ ഇവിടെ നിർമ്മിക്കുകയും അസംബ്ലിംഗ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് L&T. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ളതിനാൽ അന്തർദേശീയ വ്യാപാര പാതയ്ക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ, കടൽ മാർഗം ഇൻ്റർനാഷണൽ ഈ പാതയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഹാസിറ തുറമുഖത്തു നിന്ന്. ഹാസിറ തുറമുഖം വലിയ കപ്പലുകളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടും കൂടിയാണ്. ഇവിടെ കപ്പൽ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ഇവിടെ നടപ്പാക്കുന്നു. ഈ കാണുന്ന റിലയൻസിൻ്റെ പെട്രോകെമിക്കൽസിൽ നിന്നുള്ള സ്ഥിരമായി നമ്മൾ കൊച്ചിയിലെ അമ്പലമുകളിലൊക്കെ പോകുമ്പോൾ കത്തിച്ചു വിടുന്നത് പോലെ ഗ്യാസ്, ഇത് ഉണ്ടാക്കി വരുന്ന ഗ്യാസ് കത്തിച്ചു വിടുന്നതാണ് കാണുന്നത്. ഇങ്ങനെ പലതും ഗ്യാസ് കത്തിച്ചു വിടുന്നതാണ്. നമ്മൾ രാത്രിയായ കാരണം ചിലതെല്ലാം ലൈറ്റ് കത്തിച്ചു വെച്ചതാണ് എന്ന് തോന്നും. അല്ല, അത് ഗ്യാസ് കത്തിയിരിക്കുന്നതാണ്. പകൽ വന്നാൽ ഒന്നും കൂടി ക്ലിയറായി ഇതൊക്കെ എടുക്കാമായിരുന്നു. പക്ഷെ എൻ്റെ യാത്ര ലേശം വൈകി. സൂററ്റിലെ പല സ്ഥലങ്ങളും കണ്ട് ഇവിടെ എത്താൻ അല്പം വൈകിയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇരുട്ട് വീണിരിക്കുന്നു, അതുകൊണ്ട് അത്ര ക്ലാരിറ്റി ആയിട്ടില്ല എന്ന് തോന്നുന്നു ഈ വീഡിയോയ്ക്ക്. ഇവിടെ കപ്പൽ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നടക്കുന്ന വലിയൊരു കൊച്ചി പോലെ തന്നെ ഒരു പോർട്ടുണ്ട്. ഇവിടെ വലിയൊരു ജനവിഭാഗത്തിന് ഇവിടെ തൊഴിൽ നൽകുന്നു. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ഇവിടെ ധാരാളം പേർ ജോലി ചെയ്യുന്നു. സൂററ്റിൽ മലയാളികളും ധാരാളം ജോലി ചെയ്യുന്ന ഒരു പ്രദേശമാണ് സൂററ്റ്. ഒത്തിരി മലയാളികളെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഈ സൂററ്റിലെ ഹാസിറ പകൽ സമയങ്ങളിൽ എപ്പോഴെങ്കിലും വന്ന് കൂടുതൽ കവർ ചെയ്യണം. ഈ റോഡിന് ഇരുവശവും വലിയ വലിയ ഫാക്ടറികളും
അവർക്ക് തന്നെ നോക്കത്താ ദൂരത്ത് മതിൽക്കെട്ട്, ഈ ഇടത്തെ സൈഡിലൊക്കെ കാണുന്ന പോലെയുള്ള മതിൽക്കെട്ടിനുള്ളിൽ, കിലോമീറ്ററുകളോളം ദൂരം വരുന്ന മതിൽക്കെട്ടിനുള്ളിൽ അവരുടെ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം വ്യാപിച്ചു കിടക്കുന്നു. അതുപോലെ സിമെൻറ്റ് ഫാക്ടറികൾ, ഇരുമ്പുരുക്ക് നിർമ്മാണ ഫാക്ടറികൾ, അങ്ങനെ ധാരാളം ഫാക്ടറികൾ ഇവിടെയുണ്ട്. ഇവിടേക്കുള്ള അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ കയറ്റി പോകുന്നതുമായ ധാരാളം ട്രക്കുകളാണ് ഇതിലെ കൂടുതലും സഞ്ചരിക്കുന്നത്. പ്രൈവറ്റ് വാഹനങ്ങൾ കുറവാണ്, ട്രക്കുകൾ കണ്ടമാനം ഈ റോഡ് കൈയടക്കിയിരിക്കുന്നു. നമുക്ക് കേരളത്തിലേക്കെല്ലാം ഒരു ഫാക്ടറി തുടങ്ങിയാൽ അസംസ്കൃത വസ്തുക്കൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് കാരണം നമുക്ക് അത്ര കൊണ്ട് വ്യവസായം പച്ചപ്പിടിപ്പിക്കാൻ സാധിപ്പിക്കില്ല. എന്നിരുന്നാൽ ഇവിടെ തന്നെയുള്ള ഫാക്ടറികളിൽ നിന്ന് തന്നെ അസംസ്കൃത വസ്തു കിട്ടി മറ്റൊരു ഉൽപ്പന്നമാക്കാൻ സാധിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് സൂററ്റിലെ ഈ ഹാസിറ പ്രദേശം. അതുകൊണ്ട് ഗുജറാത്തിൻ്റെ തന്നെ സമ്പദ്ഘടനയ്ക്ക് ഏറ്റവും അധികം സംഭാവന നൽകുന്ന ഒരു പ്രദേശമാണ് ഈ സൂററ്റിലെ ഹാസിറ. ഈ ഹാസിറയ്ക്ക് അടുത്ത് തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയുണ്ട്, ഡുമാസ് ബീച്ച്. സൂററ്റിലെ ഡുമാസ് ബീച്ചാണ്. ഈ ബീച്ചിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ രാത്രി പോയാൽ അധികം കാര്യമില്ല, നമുക്ക് അത്ര ക്ലിയറായി ഒന്നും വീഡിയോയിൽ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ ബീച്ചിലേക്കുള്ള യാത്ര വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഡുമാസ് ബീച്ചും കാണേണ്ടതായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ സൂററ്റിൽ വന്നാൽ. അങ്ങനെ ഈ താപി നദി ഈ കടലിൽ, അറബിക്കടലിൽ വന്ന് പതിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഹാസിറ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഈ ഇൻഡസ്ട്രിയൽ ഏരിയയായ ഹാസിറയിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇവിടെ ഈ കാണുന്നതൊക്കെ L&Tയുടെ വലിയ വലിയ പ്ലാന്റുകളാണ് ഈ ബോർഡിൽ കാണുന്നത് പോലെ. അതേപോലെ SR ഗ്രൂപ്പിനും ഇവിടെ വലിയ കമ്പനികളും വലിയ ടൗൺഷിപ്പ് തന്നെയുണ്ട്. SR ഗ്രൂപ്പിലൊക്കെ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് ആ ടൗൺഷിപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം, വണ്ടി കയറി കാണാം. ഞാനും SR ഗ്രൂപ്പിലേക്കൊന്ന് പോയിരുന്നു, പക്ഷേ എന്നെ ഗേറ്റിൻ്റെ അവിടെ വെച്ച് തടഞ്ഞു. അപ്പോൾ രാത്രിയായ കാരണമാണ് നമുക്കിത് മനസ്സിലാവാത്തതിൻ്റെ. ഈ സൈഡുകളിൽ കടലിൻ്റെ ഒരു പ്രദേശം കൂടിയാണ്. ഈ സൈഡിൽ കൂടെ കടന്നു പോകുമ്പോൾ ചെറിയ ചെറിയ ഷിപ്പുകളെല്ലാം വന്ന് കിടക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു കാര്യവുമായി നമുക്ക് കാണാം. എൻ്റെ ഈ ചാനലിൻ്റെ പേര് ടോൺ വീൽസ്. ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിന് ലൈക്കും നിർദ്ദേശങ്ങളും തരുക. ഇതും ഇവിടെ ഈ ഹാസിറയിലേക്ക് കടക്കുന്നിടത്ത് വലിയ ബോർഡൊക്കെ വെച്ച് ഈ കാണുന്നതാണ് ഇവിടുത്തെ കടൽ. ആ ഇൻഡസ്ട്രി ഏരിയയിലേക്ക് സ്വാഗതം ഓതിക്കൊണ്ട് ഇവിടെ വലിയ ബോർഡൊക്കെ ഓരോ കമ്പനികളിൽ വെച്ചിട്ടുണ്ട്, ലൈറ്റും ഒക്കെയായി. അപ്പോൾ SR ഗ്രൂപ്പിൻ്റെയും വലിയ വലിയ പ്ലാന്റൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ്, സ്റ്റീൽ ഉരുക്ക് നിർമ്മാണശാലയൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഹാസിറ. अंदर जाए नहीं नहीं यहाँ घूमने का और नहीं